students, good morning all. Once again welcome back to my new video. Okay, നമുക്ക് conjunction എന്ന പാർട്ട് കണ്ടിന്യൂ ചെയ്യാം അല്ലേ. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ. കോർഡിനേറ്റിംഗ് കൺജങ്ഷന്റെ മീനിങ്ങും അതിന്റെ എക്സാമ്പിൾസും നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. ഓക്കെ, ടുഡേ ഐ എം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ന്യൂ ടോപ്പിക് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഓക്കെ ആയി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. അതിലെടുക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ജസ്റ്റ് ഒന്ന് നമുക്ക് നമുക്കൊന്ന് ഓർത്തു പോകാം. ഫസ്റ്റ് നമ്മൾ കൺജങ്ഷൻ എന്ന് പറഞ്ഞു. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെന്റൻസുകളെ ബന്ധിപ്പിക്കുന്ന യോജിപ്പിക്കുന്ന വേർഡാണ് കൺജങ്ഷൻസ്. അതിനെയാണ് നമ്മൾ കൺജങ്ഷൻസ് എന്ന് പറയാ. രണ്ട് സെന്റൻസുകളെ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് കൺജങ്ഷൻസ്. ക്ലിയർ? ദെൻ നമ്മൾ 3 ടൈപ്സ് ഓഫ് കൺജങ്ഷൻ പറഞ്ഞു. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, ലാസ്റ്റ് വൺ കോറിലേറ്റിംഗ് കൺജങ്ഷൻ. ക്ലിയർ? ഇതാണ് നമ്മൾ ഇത്ര വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, നമുക്ക് പോവാം. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഏതൊക്കെയാണ്? സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ നമുക്ക് നോക്കാം. ആസ് ഇഫ്, ആസ് ദോ, ഈവൻ ദോ, സിൻസ്, whatever, as soon as well as, so that, in spite of, despite, in case, as long as much as, when, whatever, whereas, etc. are the subordinating conjunction. കാണുമ്പോൾ നമുക്ക് ഒരുപാട് ടഫാണ്, കൺഫ്യൂഷൻ ഉണ്ടാക്കും തോന്നും. പക്ഷെ അർത്ഥം മനസ്സിലാക്കി ഓരോന്നോരോന്ന് പ്രാക്ടീസ്, അതായത് ഓരോന്നോരോന്ന് നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും നമുക്കത് സിമ്പിൾ ആവും. കാരണം കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആസ് വെൽ ആസ് സൂൺ ആസ് എന്നൊക്കെ പണ്ടേ കേൾക്കുമ്പോൾ നമുക്കതൊരു കൺഫ്യൂഷൻ, അതൊന്നും മനസ്സിലാവില്ല. അത് ഭയങ്കര ടഫാണെന്ന് നമ്മൾ വിട്ടൊരു ഏരിയ ആണ് അതൊക്കെ. പക്ഷെ അത്ര വലിയ കൺഫ്യൂഷൻ ആക്കുന്നൊന്നുമില്ല. എന്നാൽ നമ്മൾ PSC എക്സാമിനും 10th ലെവൽ എക്സാമിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചാൽ കുറച്ച് സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? നമുക്ക് പോവാം. കൂടുതൽ വീഡിയോ ലോങ് ആക്കുന്നില്ല. റിപ്പീറ്റഡ് ആയിട്ട് PSC എക്സാമിനും 10th ലെവൽ എക്സാമിനൊക്കെ ചോദിച്ച സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആസ് ഇഫ് എന്ന സബോർഡിനേറ്റിംഗ് കൺജങ്ഷന്റെ അർത്ഥം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആസ് ഇഫ് എന്ന കൺജങ്ഷന്റെ അർത്ഥം എന്ന പോലെ എന്ന അർത്ഥത്തിൽ, എന്ന പോലെ എന്ന അർത്ഥത്തിലാണ് ആസ് ഇഫ് എന്ന കൺജങ്ഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം. എക്സാമ്പിൾ പറയുമ്പോഴാണ് ആസ് ഇഫ് എന്ന കൺജങ്ഷൻ നമുക്ക് കൂടുതലായിട്ടും മനസ്സിലാവാം. നമുക്ക് നോക്കാം. റൂം ലുക്സ് ആസ് ഇഫ് nobody was living in it. അതായത് എന്ന പോലെയാണത്. ഈ റൂം കാണുമ്പോൾ ഇവിടെ ആരും താമസിക്കാത്തത് പോലെ ഉണ്ട്. അത് ഈ റൂം കാണുമ്പോൾ ഇവിടെ ആരും താമസിക്കാത്ത പോലെ തോന്നുന്നു. എന്ന പോലെ, താമസിക്കാത്തത് പോലെ, എന്ന പോലെ എന്ന അർത്ഥത്തിൽ ആസ് ഇഫ് എന്ന കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കിയേ. രമ്യ മൂവ്ഡ് ഹെർ ലിപ്സ് ഇഫ് ടു സ്മൈൽ. രമ്യ മൂവ്ഡ് ഹെർ ലിപ്സ് ആസ് ഇഫ് ടു സ്മൈൽ. അതായത് രമ്യ പുഞ്ചിരിക്കാൻ എന്നതുപോലെ, രമ്യ ചിരിക്കാൻ എന്നതുപോലെ ചുണ്ടുകൾ ചലിപ്പിച്ചു. രമ്യ ചിരിക്കാൻ എന്നതുപോലെ എന്ന അർത്ഥത്തിലാണ് ആസ് ഇഫ് എന്ന കൺജങ്ഷൻ യൂസ് ചെയ്യുക. ആസ് ഇഫിന്റെ അതേ സെയിം മീനിങ് ആണ് ആസ് ദോ എന്ന കൺജങ്ഷൻ ഉള്ളത്. എന്ന പോലെ എന്ന അർത്ഥത്തിൽ. ക്ലിയർ? ഇതേ സെയിം മീനിങ് തന്നെയാണ് ആസ് ദോ എന്ന കൺജങ്ഷനും ഉള്ളത്. ക്ലിയർ? ഈ സെയിം എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം നമുക്ക്. നോക്കിയേ. The room looks as though nobody was living in it. അതേ ആസ് ഇഫ് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് പറഞ്ഞതുപോലെ തന്നെ ആസ് ദോ എന്ന കൺജങ്ഷനും ഈ സെയിം എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമ്മൾ പറഞ്ഞു അല്ലെ. ഈ റൂമിൽ ആരും താമസിക്കാത്ത പോലെ തോന്നുന്നത് എന്ന പോലെ എന്ന അർത്ഥത്തിൽ. ആസ് ഇഫ്, ആസ് ദോ, ഇതിന് രണ്ടിനും സെയിം മീനിങ് ആണ്. ഈ രണ്ട് കൺജങ്ഷനും, ഈ രണ്ട് സബോർഡിനേറ്റിംഗ് കൺജങ്ഷനും സെയിം മീനിങ് ആണ്. അതാണ് അതേ അർത്ഥം, അതേ എക്സാമ്പിൾ ഉപയോഗിച്ചത്. അവിടെ ആസ് ഇഫ് വന്നാലും ആസ് ദോ വന്നാലും കറക്റ്റ് ആണ്. അതുപോലെ തന്നെ മറ്റേ എക്സാമ്പിൾ നോക്കാം. രമ്യ മൂവ്ഡ് ഹെർ ലിപ്സ് ആസ് ദോ ടു സ്മൈൽ. ചിരിക്കുന്ന പോലെ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിക്കോ. ഗേൾ വാസ് ക്രൈയിങ് ആസ് ദോ ഹെർ ടീച്ചർ ഹാഡ് ബീറ്റൺ ഹെർ.
കണ്ടാ ആസ് ഈഫും അവിടെ ഉപയോഗിക്കാം, ആസ് ദോയും അവിടെ യൂസ് ചെയ്യാം. ആസ് ഈഫ് വെച്ച് നമുക്ക് പറയാം ഗേൾ വാസ് ക്രൈയിങ് ആസ് ഇഫ് ഹർ ടീച്ചർ ഹാഡ് ബീറ്റൺ ഹെർ. അത് ആസ് ഈഫും പറയാം ആസ് ദോവും പറയാം. അതായത് ആ കുട്ടി നന്നായി കരയണം എന്ന പോലെ, ടീച്ചറുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ട് കരയുന്നത് പോലെ, ടീച്ചറിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ട് കരയുന്നത് പോലെ ആ കുട്ടി കരയാണെന്ന അർത്ഥത്തിലാണ് എന്ന പോലെ എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്ത്. എന്ന പോലെ എന്ന അർത്ഥമാണ് ആസ് ഇഫ് ആസ് ദോ എന്നതിനുള്ളത്. ക്ലിയർ? whereas എന്ന കൺജങ്ഷൻ നോക്കാം. whereas എന്ന സബോർഡിനേറ്റിംഗ് കൺജങ്ഷന്റെ മീനിങ് നോക്കാം. അതേ സമയം, എന്നാൽ, അതേ സമയം എന്ന അർത്ഥത്തിലാണ് whereas എന്ന സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ യൂസ് ചെയ്യുക. എന്നാൽ, അതേ സമയം എന്ന അർത്ഥത്തിലാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആയ whereas യൂസ് ചെയ്യുക. എക്സാമ്പിൾ പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവേ. നോക്കിയേ, എക്സാമ്പിൾ നോക്കിയേ. All my friends are graduate. All my friends are graduate as I am a postgraduate. എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഗ്രാജുവേറ്റഡ് ആണ്, എന്നാൽ അതേ സമയം ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ്. അതേ സമയം എന്ന അർത്ഥത്തിലാണ്, അതേ സമയം എന്ന അർത്ഥത്തിലാണ് whereas എന്ന കൺജങ്ഷൻ യൂസ് ചെയ്യുക. ക്ലിയർ? All of my friends are graduate whereas I am a postgraduate. Clear? My mother is allergic to dogs as I am a dog lover. എന്റെ മദർ അത് ഡോഗിനെ ഇഷ്ടപ്പെടുന്നില്ല, എന്നാലും ഞാൻ അതേ സമയം ഞാൻ ഒരു ഡോഗ് ലവർ ആണ്. ക്ലിയർ? whereas എന്ന സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ആണ് പറഞ്ഞത്. as soon as well as, as soon as well as though, even though are the subordinating conjunction എന്ന് പറഞ്ഞു. അതായത് PSC എക്സാമിനൊക്കെ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന കുറച്ച് സെലക്റ്റീവായ സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആസ് ഇഫ് ആസ് ദോയും whereas എന്ന സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. ആസ് ഈഫിന്റെ അർത്ഥം എന്ന പോലെ, അതേ സെയിം മീനിങ് ആണ് ആസ് ദോ എന്ന സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ഉള്ളത്. നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു. അതുപോലെ തന്നെ നെക്സ്റ്റ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ് whereasന്റെ അർത്ഥം എന്നാൽ, അതേ സമയം. ഓക്കെ, അതിന്റെ എക്സാമ്പിളും നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി സബോർഡിനേറ്റീവ് കൺജങ്ഷന്റെ മീനിങ്ങും എക്സാമ്പിൾസും പറയാം. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നത്ര ക്യാച്ച് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.